കളുടെയും നക്ഷത്രങ്ങളുടെയും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, ലൈറ്റ് ഇയർ പ്രകാശവർഷം, പാലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക് PC എന്ന് പറയും. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 × 10⁻11 മീറ്റർ ആണ്. 1 പാർസെക് എന്ന് പറയുന്നത് 3.086 × 10⁻16 മീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 × 10⁻12 മീറ്റർ ആണ്. അപ്പം പ്ലാനറ്റുകളുടെയും ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന 3 യൂണിറ്റുകളാണ്. ഒന്ന് AU ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയുന്നു. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.496 × 10⁻11 മീറ്റർ ആണ്. 1 പാർസെക് എന്ന് പറഞ്ഞാൽ 3.086 × 10⁻16 മീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. യെസ്, 1.496 × 10⁻11 മീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. പാർസെക് എന്ന് പറഞ്ഞാൽ 3.086 × 10⁻16 മീറ്റർ ആണ്. അതുപോലെ തന്നെയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഇൻ കിലോമീറ്ററിലാണ്. യൂണിറ്റ് വ്യത്യാസം കൊണ്ട് തിരിഞ്ഞു പോയത്. ഇത് 2 മീറ്ററിലും ഇത് കിലോമീറ്ററിലുമാണ്. 9.46 × 10⁻12 കിലോമീറ്റർ. എന്താണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഇനി ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. ഒരു പാർസെക് എന്ന് പറയുന്നത് എത്രയാണ്? 3.26 ലൈറ്റ് ഇയർ ആണ്. ഒരു പാർസെക് എത്ര മീറ്റർ ആണ്? 3.086 × 10⁻16 മീറ്റർ ആണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്, അത് തെറ്റിപ്പോകാൻ പാടില്ല. എന്താണ്? ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളുടെയും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന 3 യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാർസെക് എന്ന് പറയുന്നത്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 × 10⁻11 മീറ്റർ. പാർസെക് എന്ന് പറയുമ്പം 3.086 × 10⁻16 മീറ്റർ. ലൈറ്റ് ഇയർ എന്ന് പറയുമ്പം 9.46 × 10⁻12 കിലോമീറ്റർ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്ററുകളാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്.